ഹേ ഗൈസ്, അപ്പോൾ ഈ വണ്ടി ഞാൻ എടുത്തിട്ട് ഇപ്പോൾ 3 വർഷമായിരിക്കും. അപ്പം എനിക്ക് ഈ വണ്ടിയിൽ വന്ന നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നു. നിങ്ങൾ ഫുൾ കാണാൻ നോക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ പേഴ്സണലി ഞാൻ ഓല എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, വണ്ടി എടുക്കാൻ ടൈം ആയപ്പോൾ എനിക്ക് സ്വിഗ്ഗി ഓടാനായിട്ടായിരുന്നു ഒരു വണ്ടി ആവശ്യം. അപ്പം ഇങ്ങനെ യൂട്യൂബിൽ ഓരോ റിവ്യൂസും ഓരോ വണ്ടിയുടെ കമ്പാരിസണും ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. അപ്പോഴാണ് ഓലയുടെ നെഗറ്റീവ് സൈഡ് മാത്രം വന്നുകൊണ്ടിരുന്ന ടൈമായിരുന്നു. ഓല കത്തുന്നുണ്ട്, ഓല ആൾക്കാർ തള്ളിക്കൊണ്ട് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും തോന്നി. അതുമല്ല, എനിക്ക് സ്വിഗ്ഗി ഓടുമ്പോൾ പെട്രോൾ പൈസ ലാഭിക്കാൻ പറ്റുമായിരുന്നു. സ്വിഗ്ഗി ഓടാനും കൂടി ആയതുകൊണ്ടായിരുന്നു ഈ വണ്ടി ഞാൻ പ്രിഫർ ചെയ്തത്. പിന്നെ ഈ വണ്ടി ഞാൻ അന്വേഷിക്കാൻ വേണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഓല എടുത്തത്. ഇനി എടുത്തതിന് ശേഷമുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. നമുക്ക് ഈ വണ്ടി എങ്ങനെ മുതലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സിമം നമ്മൾ ഓടി മാത്രമേ നമുക്ക് മുതലാക്കാൻ പറ്റുള്ളൂ. സ്വിഗ്ഗി ഓട്ടവും കൂടി ആയതുകൊണ്ട് നല്ലപോലെ ഓട്ടം കിട്ടും. ടോട്ടൽ ഞാൻ 64,314 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി. എത്ര രൂപ പെട്രോൾ അടിക്കാൻ സേവ് ചെയ്തെന്ന് വെച്ചാൽ 1,04,490. നമ്മുടെ വണ്ടിക്ക് വന്നെന്ന് പറഞ്ഞ മെയിൻ പണികൾ എന്തിനെന്ന് വെച്ചാൽ നിങ്ങൾ കാണിച്ചത്. വണ്ടിയിൽ ഇപ്പോൾ പണികളിൽ ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്നത് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അടിച്ചുപോയി. ഈ ചുറ്റുമുള്ള ഹാലോ ലൈറ്റ് മാത്രമേ ഉള്ളൂ. വണ്ടി 2-3 വട്ടം വീണിട്ടുള്ളതുകൊണ്ട് വണ്ടിയുടെ സൈഡിലും ഫ്രണ്ടിലായിട്ടൊക്കെ കുറച്ച് സ്ക്രാച്ചുകളുണ്ട്. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വണ്ടിയുടെ സീറ്റ് കീറിയിരിക്കുകയാണ്. ഇത് മാത്രമല്ലാതെ വണ്ടിക്ക് വലിയ പണികൾ വന്നിട്ടില്ലേ, സർവീസ് സെൻ്റർ ഇരുന്നിട്ടില്ല എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ വണ്ടിക്ക് അങ്ങനെ വലുതായിട്ട് പണികളൊന്നും വന്നിട്ടില്ല. ഇതോ പായത്തിൽ മാത്രം അങ്ങനെ വന്നിട്ടില്ല. ഇതിൻ്റെ മെയിനായിട്ടുള്ള ബ്രേക്ക് പാഡ് മാറല്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ബഗും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വീഡിയോ നോക്കി ഞാൻ തന്നെയായിട്ട് സ്വന്തമായിട്ട് സർവീസ് ചെയ്യണം. പിന്നെ ഒരു വട്ടം വണ്ടിയുടെ ബാറ്ററി അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അതിൻ്റെ വാറണ്ടി ക്ലെയിം ചെയ്ത് പുതിയ ബാറ്ററി ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. അതും എനിക്കൊരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ മാറി കിട്ടിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനി വണ്ടി എടുത്തിട്ട് കറണ്ട് ബില്ല് കൂടുതലാവില്ലേ എന്ന് ചോദിക്കും. ഇതേപോലെ വണ്ടിയുടെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഇട്ടായിരുന്നു. അത് ഒരു 1 മില്യൺ വ്യൂസ് കയറിയായിരുന്നു. പക്ഷെ അതിൽ കൂടുതലും വന്ന കമന്റുകളെന്ന് വെച്ചാൽ കറണ്ട് ബില്ലെന്ന് വരും. വണ്ടി ഇപ്പോൾ എടുത്തിട്ട് ടോട്ടൽ എനിക്ക് വന്ന കറണ്ട് ബില്ലെന്ന് വെച്ചാൽ 2 മാസം കൂടുമ്പോഴാണ് കറണ്ട് ബില്ല് പറഞ്ഞത്. സാധാരണ വീട്ടിൽ വന്നുകൊണ്ടിരുന്നത് 1000 ആ ഒരു റേഞ്ച് ആയിരുന്നു. പക്ഷേ വണ്ടി എടുത്ത് ചാർജ് ഇട്ടതിന് ശേഷം 1800, 2000, 2200, 2500, അങ്ങനെ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് 2 മാസം കൂടുമ്പോൾ കറണ്ട് ബില്ല് വന്നത്. അതും എനിക്ക് ലാഭമാണ്. ഒരു ദിവസം 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയാണെന്ന് വെച്ചോ, ഇപ്പോൾ 30 ദിവസം, ഒരു മാസം ആയപ്പോൾ തന്നെ 3000 അടുപ്പിച്ചായി. അപ്പം അങ്ങനെ നോക്കുമ്പം കറണ്ട് ബില്ല് ഈ ഒരു പ്രൈസിൽ എനിക്ക് ഓക്കെ ആയിരുന്നു, നഷ്ടം തോന്നിയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓലയ്ക്ക് ഇത്രയും പ്രശ്നം വരാൻ കാരണമെന്ന് വെച്ചാൽ, ഇവരുടെ ഈ Gen 2 മോഡൽ, എൻ്റെ ഇരിക്കുന്ന Gen 2 മോഡൽ പക്കാ സംഭവമാണ്. എനിക്ക് ഇതുവരെയായിട്ടും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇവർ ഇതിൻ്റെ താഴെ അഫോർഡബിൾ റേറ്റിൽ കൊടുക്കാൻ വേണ്ടി ഇലക്ട്രിക് വണ്ടി കൊടുക്കാൻ നോക്കി കുറഞ്ഞ മോഡൽ ഇറക്കുമ്പോൾ അത് ആൾക്കാർ കൂടുതലായിട്ട് പോയി മേടിക്കും. അപ്പം അത് മേടിക്കുന്നവർക്കാണ് ഈ ഓരോരോ ബഗ്ഗും കാര്യങ്ങളും പ്രശ്നവും അങ്ങനെ ഓരോരോ ഇഷ്യൂസ് കൂടുതലായിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ അറിവിൽ Gen 2 അങ്ങനെയൊന്നും പ്രശ്നം വന്ന് കേട്ടിട്ടില്ല. അപ്പം നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇനി വണ്ടിയുടെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് കുറച്ച് മോശമാണ്. ഇവിടെ ഇടയ്ക്ക് ഇവർക്ക് ഫുൾ നെഗറ്റീവ്, സർവീസിനെ കുറിച്ച് നെഗറ്റീവ് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് അവർ ഹൈപ്പർ സർവീസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ടിക്കറ്റ് റേസ് ചെയ്ത് വണ്ടി സർവീസിൽ കൊണ്ടുപോകാം, ഒരു ദിവസത്തിനുള്ളിൽ വണ്ടി പണി ചെയ്ത് തരാം. ഇതായിരുന്നു അവരുടെ സ്കീം. കുറച്ച് ദിവസം അത് പൊക്കോണ്ടിരിക്കുക പൊളിയായിരുന്നു. ഇപ്പൊ വന്നാണെങ്കിൽ വണ്ടി ടിക്കറ്റ് റേസ് ചെയ്ത് കൊണ്ടുപോയി വെക്കാൻ പോലുള്ള അവസ്ഥയില്ല. കാരണം എല്ലായിടവും വണ്ടി ഇപ്പോൾ ഫുള്ളായിട്ടിരിക്കുകയാണ്. അത് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് വണ്ടിയുടെ പണികൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ലാതെ ഇപ്പോഴും വണ്ടി ഓടുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു പുതിയ സ്കീമായിരുന്നു കെയർ പ്ലസ് എന്ന് പറയുന്നത്. അതായത് വണ്ടിയുടെ ബ്രേക്ക് പാഡ്, ബെൽറ്റ്, അങ്ങനത്തെ കൺസ്യൂമബിൾസ് അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുമെന്ന് പറയണത്. ബെൽറ്റിന് ഏകദേശം ഒരു 4000 രൂപയാണ് അവിടെ പ്രൈസ്. ഈ കെയർ പ്ലസ് എടുക്കാൻ ഈ ഒരു സെയിം ഇതാണ്. ഈ കെയർ പ്ലസ് എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് അവർ പറയുന്ന ഈ കൺസ്യൂമബിൾസ് നമുക്ക് ഫ്രീ ആണ്. ഇത് കേട്ടിട്ട് ഞാൻ കെയർ പ്ലസ് സ്വാഭാവികമായിട്ട് എടുത്തു. പക്ഷെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ, ബെൽറ്റും ബെയറിങ്ങും ഇങ്ങനത്തത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫ്രീ ആയിട്ട് സർവീസ് ആകുമ്പോൾ കൊണ്ട് മാറ്റുപോയി. അപ്പം ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവരിത് മാറ്റി. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന പോലെ അതും മാറ്റി. അപ്പോൾ അത് ഇനി തൊട്ട് ഫ്രീ അല്ല. അപ്പോൾ കെയർ പ്ലസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ എടുക്കരുത്. കാരണം നിങ്ങൾക്ക് അവർ പറഞ്ഞ കൺസ്യൂമബിൾസ് ഫ്രീ ആയിട്ട് കിട്ടൂല. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ, ഈ വണ്ടി എടുത്തിട്ട് ഈ ഒരു 3 വർഷം എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഇപ്പോഴും വണ്ടി പക്കയാണ്, റണ്ണിങ് കണ്ടീഷനാണ്. ചെറുതായിട്ട് സീറ്റ് കയറിയിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് പ്രശ്നം,
അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നമില്ലാതെ അത് വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി ഓടുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ വണ്ടി എടുത്ത പൈസക്ക് പെട്രോൾ അടിക്കാതെ വണ്ടി ഓടും. ഇനി ഓടുമ്പോൾ ഈ അടുത്ത കറണ്ട് ബില്ലിൻ്റെതും ഇതും എല്ലാം കൂടി ടാലിയായി കുറഞ്ഞു പോകും. എനിക്ക് ഈ ഒരു കാര്യം എന്തോ പൊരുട്ടിന് കിട്ടിയെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് എടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെ പണി വന്ന് ഞാൻ മോട്ടീവാണെന്ന് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. ഇപ്പൊ ഈ വണ്ടി എടുത്ത പൈസക്ക് ഞാൻ ഓടി മുതലാക്കിയോണ്ട് ഇനി ഇത് അടിച്ചു പോയാലും പ്രശ്നമില്ല. പ്രശ്നമില്ലെന്നല്ല, ഇപ്പം ഞാൻ വിചാരിക്കണെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ എവിടെയെങ്കിലും ലോങ് ട്രിപ്പ് അടിച്ചാലോ എന്നാണ്. ഈ വണ്ടിയും കൊണ്ട് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചി പോയിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ആഗ്രഹമുള്ളവർ കയറി നോക്കിയാൽ മതി. അപ്പം അടുത്തത് കുറച്ചും കൂടി ലോങ് എവിടെയെങ്കിലും പിടിച്ചാലോ എന്നാണ് നോക്കുക. നിങ്ങൾ എവിടെയെങ്കിലും കമന്റ് ഇട്ട് അതിൽ കൂടുതൽ ലൈക്ക് ഉണ്ടെങ്കിൽ ആ കമന്റ് ഇട്ട സ്ഥലത്ത് ഞാൻ ഈ ഓലയും കൊണ്ട് പോണതായിരിക്കും. എനിക്ക് ഈ വണ്ടി എടുത്തത് ലാഭമായ നഷ്ടമായ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ 3 വർഷവും ഈ വണ്ടി എൻ്റെ കൂടെ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ നല്ല മൂവ്മെന്റിലും പോസ്റ്റ് മൂവ്മെന്റിലും ഉണ്ടായിരുന്നു. അതുമല്ല, ഈ വണ്ടി കാരണം എനിക്ക് അങ്ങനെ പൈസ മുടിയലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു. എനിക്ക് എന്തോ ഫേവറേറ്റ് ആണ്, കാരണം ഞാൻ ആദ്യമായിട്ട് എടുത്ത വണ്ടിയാണ്. അതുകൊണ്ട് ഈ വണ്ടിയെ ഞാൻ കുറ്റം പറയൂല. എനിക്ക് 1 രൂപ പോലും ഈ വണ്ടി എടുത്തിട്ട് നഷ്ടം ഉണ്ടായിട്ടില്ല. ഇനിയും വണ്ടി ഓടുന്ന കണ്ടീഷനിലാണ്. ഇനി ഈ വണ്ടിയിലാണ് ഞാൻ ഡെലിവറി അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി എനിക്ക് പ്രോഫിറ്റ് ആയിരിക്കും. എന്തായാലും ഇതിൽ വലിയ പണി വരൂലെന്ന് ഇനിയും വിശ്വസിക്കാം. വന്നു കഴിഞ്ഞാൽ ഇത്രയും നമ്മുടെ പ്രോഫിറ്റുകൾ വീണ്ടും എല്ലാം ഡൗൺ ആവും. കാരണം മോട്ടറും ബാറ്ററി ഇത് രണ്ടും മെയിൻ കാര്യമാണ്. ഇതിലെന്തെങ്കിലും പണി വന്നാൽ നല്ല പോലെ നമുക്ക് പൈസ ചിലവാക്കേണ്ടി വരും. ബാറ്ററിയിൽ ഇപ്പോൾ വിശ്വാസമുണ്ട്, പുതിയ ബാറ്ററി വാറണ്ടി കിടക്കണമുണ്ട്. മോട്ടറിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓല എടുക്കാൻ വേണ്ടിയല്ല പറയണത്, എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ അടുത്ത് പറയണത്. ഇതിൽ പണികളും ഉണ്ടായിരുന്നു, നല്ല നല്ല ഇതേപോലത്തെ പ്രോഫിറ്റും ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ നോക്കുക. അപ്പം ഗുഡ് ബൈ.